ഹായ് ഓൾ, നിങ്ങളൊരു ബികോം സ്റ്റുഡൻ്റ് ആണോ? ഭാവിയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പക്ഷേ ബികോമിന് പോയി CA ഫൗണ്ടേഷന് പോയില്ല, അതുകൊണ്ടൊരു 3 ഇയർ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നൊരു തോട്ടിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ? ശരിക്കും ആ 3 ഇയർ ഒരു ലോസ് ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ 3 ഇയറിൽ നിങ്ങൾ CA ഇന്റർമീഡിയറ്റിന് വേണ്ടിയുള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ആക്ച്വലി നിങ്ങൾ ഏതൊരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിച്ചാലും അതിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സബ്ജക്ട്സുകളുടെ ഒരു ബേസ് ആണ് ബികോം ലെവലിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾ CA ഇന്റർമീഡിയറ്റിന് പഠിക്കുന്ന ആ ഒരു 6 അല്ലെങ്കിൽ 7 മന്ത്സ് കൊണ്ട് നിങ്ങൾ പഠിച്ചെടുക്കുന്ന സിലബസ് തന്നെയാണ് നിങ്ങൾ ബികോമിൽ ഒരു 3 ഇയർ ഡ്യൂറേഷനിൽ പഠിക്കുക. ഇനി അത് മാത്രമല്ല, CA ഇന്റർമീഡിയറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ബികോമിലെ പോർഷൻസിന്റെ കൂടെ തന്നെ അതിന്റെ ഒരു ഹയർ ലെവൽ ഏരിയാസും കൂടെ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടാകും. സോ ഒരു മോസ്റ്റ്ലി ഒരു 40% ഓഫ് CA ഇന്റർമീഡിയറ്റ് സിലബസ് നിങ്ങളുടെ ബികോം 3 ഇയർ കൊണ്ട് നിങ്ങൾ കവറപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് സബ്ജക്ട്സ് 1 by 1 ആയിട്ട് നോക്കാം. CA ഇന്റർമീഡിയറ്റ് ലെവലിൽ നിങ്ങളുടെ പേപ്പർ 1 അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് പേപ്പറിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷൻസ്, അതുപോലെ ബ്രാഞ്ച് അക്കൗണ്ട്സ് കോൺസെപ്റ്റുകൾ, ഇതൊക്കെ നിങ്ങൾ ബികോം ലെവലിൽ പഠിക്കുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് പേപ്പർ ഈസ് ലോയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പനി ലോ പോലുള്ള കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ആണ് CA ഇന്റർമീഡിയറ്റിൽ നിങ്ങൾ പഠിക്കുക. അതിന്റെ ഒരു ബേസിക്സ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ബികോം ലെവലിലും കിട്ടുന്നുണ്ടായിരിക്കും. ദെൻ ഇറ്റ് കംസ് ടു ഇൻകം ടാക്സ് അല്ലെ. ഇൻകം ടാക്സിന്റെ പേപ്പർ നിങ്ങൾ ബികോം ലെവലിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ GSTയും നിങ്ങൾ ബികോം ലെവലിൽ ബേസിക്സ് പഠിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം അഡ്വാൻസ്ഡ് ലെവൽ ആയിരിക്കും നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റിൽ പഠിക്കാനുണ്ടാവുക. ദെൻ കോസ്റ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് വി ഹാവ് കോസ്റ്റ് ഷീറ്റ്, ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ഇതൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ഉള്ളത്. അത് കൂടാതെ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്കുകളുമുണ്ട്. ബട്ട് അതിന്റെ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ബികോം ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ടാകും. ദെൻ ഓഡിറ്റിംഗിലേക്ക് വരുമ്പോൾ ഓഡിറ്റിന്റെ റിപ്പോർട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ബികോമിൽ പഠിക്കുന്നുണ്ട്. അതിന്റെ അഡ്വാൻസ് ലെവലാകും ഇന്റർമീഡിയറ്റിലേക്ക് വരിക. ദെൻ CAയിൽ ഇന്റർമീഡിയറ്റ് ലെവലിൽ ലാസ്റ്റ് വരുന്ന പേപ്പറാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റും സ്ട്രാറ്റജിക് മാനേജ്മെന്റും. അതിൽ കുറച്ച് ഏരിയാസസ് നിങ്ങൾ ബികോമിൽ കവർ ചെയ്യുന്നുണ്ടാവുള്ളൂ. റെസ്റ്റ് ഓഫ് ദി പോർഷൻ നിങ്ങൾ ഇന്റർമീഡിയറ്റിലായിരിക്കും പഠിക്കുക. സോ എങ്ങനെ നോക്കിയാലും CA ഇന്റർമീഡിയറ്റിൽ നിങ്ങൾ പഠിക്കുന്ന പോർഷൻസുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സുകളുടെ എല്ലാം ഒരു ബേസ് തന്നെ നിങ്ങൾക്ക് ബികോമിന് കിട്ടിയിട്ടുണ്ട്. സോ സീരിയസ്ലി നിങ്ങൾ ബികോമിനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ബികോമിന്റെ സബ്ജക്ട്സിനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് CA ഇന്റർമീഡിയറ്റിലെ ജേർണിക്ക് നിങ്ങൾ എടുക്കുന്ന ടൈം ഒരു എക്സ്റ്റെൻഡ് വരെ കുറയ്ക്കാൻ ബികോം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയായിരിക്കും അവിടെ ചെയ്യുക. സോ നിങ്ങൾക്കറിയാം ബികോം പഠിച്ചു കഴിഞ്ഞാൽ CA ഫൗണ്ടേഷൻ എഴുതാതെ ഇന്റർമീഡിയറ്റ് എക്സാം എഴുതാൻ പറ്റും എന്നുള്ള കാര്യം അല്ലേ. പക്ഷെ ബികോം പഠിച്ച എല്ലാവർക്കും അത് പോസിബിൾ ആണോ? അല്ല, അതിനൊരു മിനിമം മാർക്സിന്റെ ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങളൊരു കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ 55% മാർക്സ് നിങ്ങൾ ഗ്രാജുവേഷൻ ലെവലിൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് CA ഇന്റർമീഡിയറ്റിലേക്ക് ഡയറക്റ്റ് പോകാം, ഫൗണ്ടേഷൻ എഴുതണ്ട. ഇനി നോൺ കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ മിനിമം 60% മാർക്സ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുന്നുണ്ടാവുക. ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ മാറാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ബികോം കഴിഞ്ഞ് MCOM അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും PG കോഴ്സിന് പോയി കഴിഞ്ഞാൽ ജോബ് കിട്ടുന്ന കാര്യത്തിലേക്ക് ഒരു സർട്ടനിറ്റി ഉണ്ട്. പക്ഷെ എല്ലാവരും പറഞ്ഞ് നിങ്ങൾ കേട്ടുള്ള ഒരു കാര്യമായിരിക്കും, CAക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടുപോകും, ഫൈനൽ എക്സാം ഒക്കെ ഒരുപാട് തവണ എഴുതിയിട്ടും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും അല്ലെ. നമുക്കറിയാം, നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് റിപ്പീറ്റഡ്ലി കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ ന്യൂ സിലബസ് കൊണ്ടുവന്ന കൂടെ ICAI കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ CA ഇന്റർമീഡിയറ്റിന്റെ ബോത്ത് ഗ്രൂപ്പും സെൽഫ് പേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾസും ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ BAA സർട്ടിഫിക്കറ്റ്, അതായത് ബിസിനസ് അക്കൗണ്ടിംഗ് അസോസിയേറ്റ് സർട്ടിഫിക്കേഷൻ. CA ഫൈനൽ വരെ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ്. BAA സർട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അത് കിട്ടുന്നതിൽ ഏത് സ്റ്റേജ് വരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, അത് കിട്ടിയാലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. വി വിൽ കം അപ്പ് വിത്ത് അനദർ വീഡിയോ. സോ ഇൻ ഷോർട്ട്, ഒരു ഡിഗ്രി കൊണ്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പിന്നെയും ഒരു ഹൈ പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇനി ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട. യു മസ്റ്റ് പ്ലാൻ ഫോർ ഇറ്റ്. അതിന് വേണ്ട ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. നഷ്ടപ്പെട്ട 3 ഇയേഴ്സ് അല്ല ഒരിക്കലും ബികോം, അതൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ തന്നെയാണ്. റിയലൈസ് ഇറ്റ്, ഗോ ആൻഡ് ചേസ് യുവർ ഡ്രീംസ്. ഓൾ ദി ബെസ്റ്റ്.